MGM റേഡിയോ ക്ലബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 6th ബിയിൽ നിന്നും അമേയ. രാമപുരത്ത് വാര്യർ എഴുതിയ പ്രസിദ്ധമായ വഞ്ചിപ്പാട്ടാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൃതി രചിച്ചതെന്ന് കവി പരാമർശിക്കുന്നു. വഞ്ചിപ്പാട്ട് എന്ന നിലയിൽ ഈ കൃതി മലയാള സാഹിത്യത്തിലും സാംസ്കാരിക രംഗത്തും നേടിയ പ്രചാരം അനാദൃശ്യമാണ്. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിനേഴും. നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർക്കാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം. ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാപ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ, സ്വഭവനത്തിങ്കൽ നിന്നും ഗമിക്കരുതാരും കൈക്കൽ. ഇഭവുമാമിലയുമാം കുസുമവുമാം അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യാമണവാളനൊക്കെയുമാകും. മലം കള മനസ്സിലിന്നെന്തു വേണ്ടെന്നറിയാഞ്ഞു, മലയ്ക്കേണ്ട ചൊന്നതിലൊന്നുണ്ടാക്കിയാലും. ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം. ക്ഷിപ്രമീരുട്ടത്തിടിക്ക കൊണ്ടും നെല്ലും കല്ലുമേറും അപ്രധൂകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി. കാലത്തെഴുന്നേറ്റു കുളിച്ചോർത്തു വന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു. കൂലം കക്ഷ കുതൂഹലം കുടയുമെടുത്തിട്ടനു കുലയായ പത്നിയോടു യാത്രയും ചൊല്ലി. ബാലാദിത്യവട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ജാലങ്ങളെ ജപിപ്പുതും ചെയ്തു കുചേലൻ. ചാലെ വലത്തോട്ടൊഴിഞ്ഞ ചകോരാദി പക്ഷികളുടെ കോലാഹലം കേട്ടുകൊണ്ടു വിനിർഗമിച്ചു. നാഴിക തോറും വളരും ഭക്തി നിൽക്കുമാനന്ദമാ മാഴിയിങ്കലൂടുന്നുടൽ മുഴുകുകയും താഴുകയും ഒഴുകയും ചെയ്തു. കാലമൽപ്പം പോലും പഴകാതെ പോയി വിപ്രന്തി വിധങ്ങളാ. ഗ്രാമനഗരാദികളെ കടന്നിട്ടു സജ്ജനാനം ഗ്രാമണി ഗമിക്കുന്നേരമഗണ്യമായ. രാമാനുജന്റെ ഹൃദയമറിവാൻ മേലായന്നിട്ടു രോമാഞ്ചമണിഞ്ഞി വണ്ണം ചിന്ത ചെയ്തു. നാളെ നാളെ എന്നായിട്ടു ഭഗവാനെ കാൺമാനിത്ര നാളും പുറപ്പെടാഞ്ഞ ഞാനിന്നു ചെല്ലുമ്പോൾ. നാളിക നയനെന്തു തോന്നുന്നു ഇന്നു നമ്മോട്, നാളികം കരിമ്പനമേലിത പോലെയോ. നന്ദി, നമസ്കാരം.